വയനാട് സുൽത്താൻ ബത്തേരിയിൽ കൂട്ടവാഹന അപകടം 4 പേർക്ക് പരിക്കേറ്റു. ആംബുലൻസും ഓട്ടോറിക്ഷയും 2 ബൈക്കും കാറുകളും ആണ് അപകടത്തിൽപ്പെട്ടത്. അതിന്റെ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അതുല്യ രാമചന്ദ്രൻ കൂടി ചേരുകയാണ്. അതുല്യ, ഒരൊറ്റ അപകടത്തിലാണോ ഇത്രയേറെ വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്? എങ്ങനെയായിരുന്നു അപകടം? ഒരൊറ്റ അപകടത്തിൽ 6 വാഹനങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു അപകടം തന്നെയാണ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടന്നിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ദൊട്ടപ്പൻ കുളത്ത് വെച്ചാണ് അപകടം നടന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 9:15 അപകടം. ഒരു ആംബുലൻസും ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും 2 കാറുകൾക്കും ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ നിയന്ത്രണം വിട്ടെത്തിയ ബൈക്കാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായി ദൃക്സാക്ഷികളിൽ നിന്നും ലഭിക്കുന്ന വിവരം. നിയന്ത്രണം വിട്ടെത്തിയ ബൈക്കിനു മുന്നിൽ രക്ഷപ്പെടുന്നതിനായി ശ്രമിക്കവെയാണ് ആംബുലൻസും മറ്റു വാഹനങ്ങളും കൂടി ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നുമെല്ലാം ലഭിക്കുന്ന വിവരം. ഗർഭിണിയായ ഒരു യുവതിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് അടിയന്തരമായി പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ ഈ ഇതിലുണ്ടായിരുന്ന രോഗിയെ വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാരും മറ്റുള്ളവരും ഇടപെട്ട് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനാൽ തന്നെ വലിയ സാരമായ പരിക്കുകൾ അവർക്ക് ഏറ്റിട്ടില്ല. ആംബുലൻസ് നിയന്ത്രണം വിട്ട് മുന്നോട്ട് ഏറെ ദൂരം പോയെങ്കിലും മുന്നിലുണ്ടായിരുന്ന ഒരു KSEB വൈദ്യുത പോസ്റ്റിൽ ഇടിച്ച ആംബുലൻസ് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് വാഹനങ്ങളിൽ ഇടിക്കുന്ന ഒരു അവസ്ഥ ഒഴിവായിട്ടുണ്ട്. മാത്രമല്ല മറ്റ് വാഹനങ്ങളിലുണ്ടായിരുന്ന ഈ 6 വാഹനങ്ങളിലുമായി ഉണ്ടായിരുന്ന യാത്രക്കാരിൽ നിന്നായി 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റ എല്ലാവരെയും തന്നെ ബത്തേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ഈ ഗർഭിണി അടക്കം പരിക്കേറ്റ മറ്റുള്ള 4 പേരിൽ ആരുടെയും നില ഗുരുതരമല്ലാത്ത ചെറിയ ചില പരിക്കുകൾ മാത്രമാണ് ഏറ്റിട്ടുള്ളത്. ശരി, സുൽത്താൻ ബത്തേരിയിൽ ഒറ്റ വാഹന അപകടം, 6-ലധികം വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല എന്ന